ഇത്തവണ നമ്മുടെ കൂടെ ഉള്ളത് സഖാവ് കുരീപ്പുഴ ശ്രീകുമാറാണ്. കുരീപ്പുഴ ശ്രീകുമാർ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. മലയാളത്തിലെ ജനപക്ഷ കവികളിൽ ശ്രീകുമാറിൻ്റെ സ്ഥാനം അദ്വിതീയമാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. എന്നും അദ്ദേഹം നിന്നത് മനുഷ്യൻ്റെ ഭാഗത്താണ്, ശരിയുടെ ഭാഗത്താണ്. കല കലയ്ക്ക് വേണ്ടിയാണോ, കല മനുഷ്യന് വേണ്ടിയാണോ? ആ സംവാദം പഴയ ഒന്നാണ്. അതിൽ മനുഷ്യന് വേണ്ടിയാണ് കല എന്ന് പറയുന്ന ചിന്തയുടെ ഭാഗത്താണ് തൻ്റെ മുൻഗാമികളെപ്പോലെ തന്നെ കുരീപ്പുഴ ശ്രീകുമാർ സ്ഥാനം കണ്ടെത്തിയത്. അദ്ദേഹം ഒന്നും ഒരു ശരിയുടെ പാട്ടുകാരനായിരുന്നു, മനുഷ്യൻ്റെ പാട്ടുകാരനായിരുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വെച്ച് ആരോ പറഞ്ഞു കുരീപ്പുഴ ശ്രീകുമാറിനോട് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന്. കക്ഷി രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ രാഷ്ട്രീയം പറയണ്ട എന്ന് കുരീപ്പുഴയോട് പറയണമെങ്കിൽ അസാമാന്യമായ വിവരക്കേട് വേണം. കുയിലിനോട് കൂകിക്കൂടാന്ന് പറയും പോലെയാണത്. സിംഹത്തോട് ഗർജിക്കാൻ പാടില്ല എന്ന് വിലക്കും പോലെയാണത്. കുരീപ്പുഴയോട് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് ആരോ വിലക്കുന്നു. ഒരു ചെറിയ കാര്യമല്ല അത്. കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന വലിയ ആപത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മളന്ന് കേട്ടത്. അവിടെ നാടുകളെ പോയി കള്ളം പറയുന്ന ഒരു പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിൻ്റെ, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പാതയാണ് ശ്രീകുമാറിനോട് രാഷ്ട്രീയം പറയല്ലേ എന്ന് പറഞ്ഞവരുടെ നേതാക്കന്മാർ പാലിക്കുന്നത്. ഇന്ത്യയും കേരളവും അതിനെ വെറുക്കുന്നുണ്ട്. അത് സ്ത്രീക്കും പുരുഷനുമെതിരാണ്, അത് ഇന്ത്യക്കും കേരളത്തിനുമെതിരാണ്, വർത്തമാനത്തിനും ഭാവിക്കുമെതിരാണ്. അവർക്ക് മുമ്പിൽ തലകുനിക്കാത്ത നീതിബോധമാണ്, ധൈര്യമാണ് കുരീപ്പുഴ ശ്രീകുമാർ. നിശ്ചയിക്കുമ്പോൾ ശ്രീകുമാറിനെ ഞങ്ങൾ ക്ഷണിച്ചതും അദ്ദേഹം സംബന്ധിച്ചതും എക്കാലത്തെയും ബന്ധു, അടുത്ത ബന്ധു എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഈ യോഗം ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം കൂടിയായിട്ട് മാറുകയാണ്. ഈ യോഗം വിളിച്ചു പറയുന്നു, പ്രബുദ്ധമായ കേരളം, ഇടതുപക്ഷ കേരളം, സാംസ്കാരിക കേരളം, ആ കേരളം ആരെല്ലാം വന്ന് എതിർക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ എല്ലാം മുമ്പിൽ പതറിപ്പോകാതെ കുരീപ്പുഴയ്ക്കൊപ്പം ശ്രീകുമാർ ഉയർത്തിപ്പിടിച്ച് ശരിക്കൊപ്പം ആ ധൈര്യത്തിനൊപ്പം നിൽക്കുവാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ഈ യോഗം. ഇതൊരു അസാധാരണമായിട്ടുള്ള ചടങ്ങാണ്. ഒരു പാർട്ടി ഓഫീസിനുള്ളിൽ സാഹിത്യ സമ്മേളനം നടക്കുക എന്നുള്ളത്. അത് സാധാരണ സുഹൃത്തുക്കൾ എഴുതി തുടങ്ങുന്നവരങ്ങനെയല്ല. പന്നിയൻ രവീന്ദ്രനെ പോലെ, ബിനോയ് വിശ്വത്തെ പോലെ, സത്യൻ മുഖേരിയെ പോലെ വളരെ ഉന്നത ശീർഷരായിട്ടുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ, ജനനേതാക്കളുടെ സാന്നിധ്യത്തിൽ ആണ് ഈ സാഹിത്യ സമ്മേളനം നടക്കുന്നത്. വളരെ കാലം മുൻപ് കൽക്കട്ടയിൽ പോയപ്പോൾ എനിക്ക് മഹാകവി കുമാരനാശാൻ പഠിച്ച കോളേജിൽ അദ്ദേഹം ഇരുന്ന മുറി എന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ അത് അറിയാവുന്ന ഒരാൾ, ശംഖുഘോഷം എന്ന് പറയുന്ന ഒരു വലിയ കവിയാണ് അവിടുത്തെ, എന്ന് അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. അപ്പോൾ ഞാനും അവിടുത്തെ മാതൃഭൂമിയുടെ ലേഖകനായിട്ടുള്ള രവി പാലൂരും കൂടി ഈ ശംഖുഘോഷം അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം, അവിടെയുള്ള കുറച്ച് യുവ കവികളെ ഒന്ന് കാണണം, അതുകൊണ്ട് അവരുടെ മേൽവിലാസം ഇതൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയെ കാണുക എന്നുള്ളതാണ്. കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മേൽവിലാസമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞുതരും. അങ്ങനെ ഞാനും രവി പാലൂരും കൂടി കൽക്കട്ടയിലെ ഇത് എവിടെയുള്ളതെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പാർട്ടി ഓഫീസിലാണുള്ളത്. അന്ന് നവരാത്രി ദിവസമാണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ദിവസമാണ് ദുർഗാപൂജ. ദുർഗാപൂജയിൽ തെരുവ് മുഴുവൻ ആഹ്ലാദിച്ച് നടക്കുന്ന സമയത്ത് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവ്, അവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയല്ല, അത് ഈ പാർട്ടി ഓഫീസ് തന്നെയുണ്ട്, വേറെങ്ങും പോയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് ഈ അഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു. രവിക്ക് നന്നായിട്ട് ബംഗാളി പറയാൻ അറിയാം, വാങ്ങിച്ചു. അത് ഈ വീരപ്പൻ ചില ബംഗാളികളടക്കമുള്ളവർ തട്ടിക്കൊണ്ട് പോയ ദിവസമാണ്. അപ്പോൾ അതിനുള്ള വിഷമം, ഈ വീരപ്പൻ എന്തെല്ലാം കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പുള്ളി വളരെ വിഷമിച്ചൊക്കെ വർത്തമാനം പറഞ്ഞ് ഞാൻ ഓർപ്പിക്കുന്നു. പക്ഷേ എനിക്കന്ന് അവിടെ കണ്ട ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ഈ പാർട്ടി ഓഫീസിൽ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മേശയുടെ മുകളിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പടം വെച്ചിരിക്കുന്നത്.
രവീന്ദ്രനാഥ ടാഗോർ കമ്മ്യൂണിസ്റ്റ് തന്നെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊന്നും ബന്ധമില്ല, അത് വേറൊരു വഴിയാണ്. പക്ഷേ ടാഗോറിൻ്റെ പടം വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. വിശ്വമഹാകവിയായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രം ഒരു പാർട്ടി ഓഫീസിൽ ഇരിക്കുകയാണ്. ഞാനങ്ങനെ ആലോചിച്ചു, കേരളത്തിലെ ഒരു പാർട്ടി ഓഫീസിൽ ഇങ്ങനെ കവികളുടെ പടങ്ങളൊന്നും കാണാറില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുള്ള എം എൻ സ്മാരകത്തിൽ 2 കവികളുടെ ചിത്രങ്ങളുണ്ട്. സാധാരണ രീതിയിൽ പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഭാരവാഹികളായിട്ടിരിക്കുക, അല്ലെങ്കിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് നിയമസഭയിലോ പാർലമെൻറ്റിലോ ഒക്കെ എത്തുക, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ സാഹിത്യകാരന്മാരായാൽ അവരുടെയൊക്കെ പടം ഒരു പക്ഷേ പാർട്ടി ഹൗസ് വെച്ചേക്കാം. അങ്ങനെയുള്ള 2 പേരുടെ പടം അവിടെയുണ്ട്. തോപ്പിൽ വാസുവിൻ്റെ പടം ഈ കൂട്ടത്തിലുണ്ട്, കാമ്പിശ്ശേരി കരുണാകരൻ്റെ പടം ഈ കൂട്ടത്തിലുണ്ട്. തോപ്പിൽ വാസുവിൻ്റെ പടം ഇവിടെ വച്ചിട്ടുള്ളത് അദ്ദേഹം MLA ആയിരുന്നു. നാടകൃത്ത് എന്നുള്ളതിനപ്പുറം അദ്ദേഹം MLA കൂടിയായിരുന്നു. കാമ്പിശ്ശേരിയുടെ പടം ഇവിടെ വെച്ചിട്ടുള്ളത് അദ്ദേഹവും MLA ആയിരുന്നു എന്നുള്ളതാണ്. പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹം MLA ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ നിയമസഭാ സാമൂഹ്യത്വം ഒന്നുമില്ലാത്ത 2 പേരുടെ ചിത്രങ്ങൾ ഇവിടെയുണ്ട്. അതൊന്ന് കൈഫി ആസ്മയുടെ പടമാണ്, വേറൊന്ന് വയലാർ രാമവർമ്മയുടെ പടമാണ്. ആ വലിയ സമുന്നതമായ ഒരു സാംസ്കാരിക അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ 2 കവികളുടെയും ചിത്രം ഒരു പാർട്ടി ഓഫീസിൽ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു, ഇങ്ങനെ ഒരു വലിയ സാംസ്കാരിക അടയാളപ്പെടുത്തൽ നടത്തിയത് കൈഫി ആസ്മയുടെയും വയലാറിൻ്റെയും ചിത്രം ഇവിടെ വെച്ചതിന്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഓരോ ദിവസം കഴിയുന്നവർ നമ്മൾ കേരളീയർ എന്നുള്ളത് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ വിശ്വപൗരന്മാരാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. വിശ്വപൗരന്മാർ, ലോകമേ തറവാട്, അതൊക്കെ നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ജയ്ഹിന്ദ് എന്ന് വിളിക്കുന്ന ഇന്ത്യക്കാരാണ് നമ്മൾ. ഹിമാലയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് ആൾ ഇവിടെ ഇരിക്കുന്നതിൽ ഏതാണ്ട് 50% ആൾക്കാരെങ്കിലും ഒരു തവണയെങ്കിലും ഹിമാലയം കാണാൻ പോയിട്ടുണ്ടാകും, ഗംഗാനദി കാണാൻ പോയിട്ടുണ്ടാകും, യമുനാനദി കാണാൻ പോയിട്ടുണ്ടാകും. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മലയാളികളാണെന്നുള്ള ബോധം നമ്മൾ മറന്നു പോകുന്നു എന്നാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. 47, 48 ഘട്ടങ്ങളിലൊക്കെ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം ഇന്ത്യൻ യൂണിയൻ സിന്ദാബാദ് എന്നാണ്. അങ്ങനെയുള്ളൊരു മുദ്രാവാക്യം ഇപ്പം ആരും വിളിച്ച് കേൾക്കാറില്ല. ഇന്ത്യൻ യൂണിയൻ സിന്ദാബാദ് പഴയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. EMSൻ്റെ EMSൻ്റെ ലേഖനത്തിനകത്തൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അവർ മുദ്രാവാക്യം വിളിച്ച കാര്യം പറയുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം നമ്മൾ മറന്നുപോയി. ഇന്ത്യൻ യൂണിയൻ എന്നുള്ളത് മറന്നുപോയി. ഡൽഹിയിലെ ഭരണകൂടം ഒരു യൂണിയൻ ഗവൺമെൻറ്റാണെന്നുള്ളത് നമ്മൾ മറന്നുപോയി. നമ്മളതിനെ കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് എന്നല്ല പറയേണ്ടത്, യൂണിയൻ ഗവൺമെൻറ്റാണ്. നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമാണ്. ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു യൂണിയൻ, ഇത്രയും സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യൻ യൂണിയനാണ്. അങ്ങനെ ഇന്ത്യൻ യൂണിയൻ ആകുമ്പോൾ വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ വ്യക്തിത്വം പാലിക്കാൻ സാധിക്കും, ഓരോ ഭാഷയ്ക്കും വ്യക്തിത്വം പാലിക്കാൻ സാധിക്കും. ഒരു ഭാഷ വേറൊരു സംസ്ഥാനത്തിൻ്റെ ഭാഷയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കാതെ വരും. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ വലിപ്പവും അതിൻ്റേതായ അഭിമാനവും അതിൻ്റേതായ അന്തസ്സും ഒക്കെയുണ്ട്. അതെല്ലാം അംഗീകരിക്കേണ്ടതായിട്ട് വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കേരളീയത ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു സമയം ആയിട്ടുണ്ട്. കേരളീയർ മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല, ഏറ്റവും നല്ല കൃഷിക്കാർ. എങ്ങനെയാണ് ഏറ്റവും നല്ല കൃഷി ഉണ്ടാക്കുന്നത്, നല്ല വിളവെടുപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്തിട്ടുള്ള സ്വാമിനാഥൻ എന്ന് പറയുന്ന മങ്കൊമ്പുകാരനെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി വികസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കരിമ്പ് എങ്ങനെ വികസിപ്പിച്ചെടുത്താമെന്ന് നെഹ്റുവിന് തോന്നിയപ്പോൾ അദ്ദേഹം EK ജാനകിയമ്മ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ശാസ്ത്രജ്ഞയെ കൊണ്ട് അത് സംഘടിപ്പിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ എല്ലാ സയൻറ്റിസ്റ്റുകളും, ലോകത്തുള്ള എല്ലാ ഗണിതശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിട്ടുള്ള മാധവൻ, എത്രയോ വലിയ എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ, കിട്ടിയച്ചതിനെ പോലെ എല്ലാ മരുന്നുകളുടെയും വിശദവിവരങ്ങൾ അറിയാമായിരുന്ന വൈദ്യന്മാർ, അവരുടെ നാടാണ് നമ്മുടെ നാട്. വലിയ കടൽവേട്ട നടത്തിയ ആൾക്കാർ, മല കയറിയ ആൾക്കാർ, സഹ്യപർവ്വതം കയറിയ ആൾക്കാർ. ലോകത്ത് എവിടെയും മലയാളികളുടെ വിയർപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ, ഏറ്റവും വലിയ നിരത്തുകൾ, ഇതിലൊക്കെ അന്വേഷിച്ചെന്നാലും മലയാളികളുടെ ഒരു വിയർപ്പ് തീർച്ചയായിട്ടും വിയർപ്പിൻ്റെ തുള്ളി കണ്ടെത്താൻ സാധിക്കും. മലയാളി ഒരു സംസ്കാര സമ്പന്നതയുള്ള ഒരു വലിയ ജനസമൂഹമാണ്. ആ ഒരു അഭിമാനം നമുക്ക് വേണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത്. കേരളം സുരക്ഷിതമായ സ്ഥലമാണെന്ന് പറയുന്നതിനാണ് ഈ സംഘപരിവാറിൻ്റെ ഒരു എതിർപ്പ് എന്നോടുണ്ടായത്. എന്തുകൊണ്ടാണ്
മൊണാലിസ ഫോസിലെ എന്ന മധ്യപ്രദേശുകാരി മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള കാമുകനുമായിട്ട് ഇൻ്റർ റിലീജിയസ് കല്യാണമാണത്. ഇവിടെ വന്നത്, കേരളത്തിൽ വന്നത്. കേരളം സുരക്ഷിതമാണ്, അവർക്ക് ജീവിക്കാൻ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ ഇൻ്റർ റിലീജിയസ് മാരേജ് നടത്തിയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ അഭിവാദ്യം ചെയ്യുന്ന, പ്രണയത്തെ അഭിവാദ്യം ചെയ്യുന്ന, മനുഷ്യനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു നാടാണ് ഇന്നലെ വരെ കേരളം എന്നുള്ളതുകൊണ്ടാണ് അവരോട് ഇവിടെ വന്നത്. പക്ഷേ അവരെ വിവാഹിതരായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നതിന് പകരം ചില കേന്ദ്രങ്ങളിൽ നിന്നും, ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില ഫത്വകൾ 37 കഷ്ണങ്ങളായിട്ട് അവർ വെട്ടിമുറിക്കുമെന്നൊക്കെയാണ്. പിന്നെ അവർക്ക് പ്രായപൂർത്തിയായില്ല എന്നുള്ള കണ്ടുപിടുത്തമാണ്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ചില ആളുകൾ എഴുന്നേറ്റ് എന്നിട്ട് പ്രായപൂർത്തിയായില്ല എന്നാൽ അവരുടെ മകളെ പോലെ തന്നെ അവർക്ക് ഉത്തമ ബുദ്ധിയാണ് പ്രായപൂർത്തിയായില്ല എന്നുള്ള കാര്യം. അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങിയത്. എന്തായാലും ജനങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്ത് അങ്ങനെയാണ് എനിക്ക് ജീവനോടെ വന്ന് നിങ്ങളെ കാണാൻ എന്ന് സാധിച്ചത്. കേരളമാണ് പ്രശ്നം. അതുകൊണ്ട് കേരളൻ എന്നുള്ള കവിത ചൊല്ലാൻ എന്ന് വിചാരിക്കുകയാണ് ഞാൻ. കേരളൻ. ആദിദ്രാവിഡ ജീവിതത്തിൻ പാദമുദ്രകൾ നെഞ്ചിലേറ്റി കാടിറങ്ങി കടലുമുത്തിയ കേരളീയൻ ഞാൻ. എൻ്റെ പെണ്ണിനു കല്ലമാല, എൻ്റെ കുഞ്ഞിനു കാഞ്ഞിരച്ചോറ്, എൻ്റെ കണ്ണിൽ കണ്ടതെല്ലാം ശവന്നാറിപ്പൂ. 2 മൺസൂൺ മഴക്കാലം, മലയിടിച്ചിൽ മണ്ണൊഴുക്ക്, പുഴ വിഴുങ്ങിയ കതിരുപാടം, കലികടിച്ച കടലുകേറ്റം, മണ്ടവിണ്ട കേരവൃക്ഷം, പത്തി പൊക്കിയ രോഗനാഗം, തൊട്ടതെല്ലാം കെട്ടുകാഴ്ചക്കോലമാക്കിയ കേരളൻ ഞാൻ. എൻ്റെ മുന്നിൽ കാലക്കേടും കത്തിരിക്കായ. ഏത് കഷ്ടപ്പാടുകളെയും നമ്മളുടേതാക്കി മാറ്റിയെടുക്കുവാൻ ശ്രമിച്ച് വിജയിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അധ്വാനികളായിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഇന്ത്യക്കാരാണ്, ലോകപൗരന്മാരാണ്, അതുപോലെ കേരളീയരുമാണ് എന്നുള്ളൊരു ബോധം കൂടി നമുക്ക് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തെക്കുറിച്ച് മാത്രം പറയാൻ പാടില്ല. കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നാരായണ ഗുരുവിനെക്കുറിച്ച് സംസാരിക്കും. നാരായണ ഗുരു മതം ഉപേക്ഷിച്ച ഒരാളാണ്. ഞാൻ ജാതിമത ഭേദം വിട്ടിട്ട് സംവത്സരങ്ങളായി എന്ന് പരസ്യമായി പ്രസ്താവന എഴുതി ഒപ്പിട്ട് പത്രങ്ങൾക്ക് കൊടുത്ത ആളാണ് നാരായണ ഗുരു. ഹിന്ദുമതം ലിക്വിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ വലിയ സാംസ്കാരിക പ്രവർത്തനം കവിയമായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ജാതിയുടെ ജയിലുകൾ വേണ്ടെന്ന് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ജാതിമത അന്ധവിശ്വാസരഹിതമായ സമൂഹത്തെ സ്വപ്നം കണ്ട ആളായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അയ്യങ്കാളി, നിൻ്റെ കുഞ്ഞിന് വിശക്കുമ്പോൾ ആ കുഞ്ഞിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം എന്തിനാണ് നീ അമ്പലങ്ങളിൽ കൊണ്ടുപോയി കാശ് കളയുന്നത് എന്ന് പറഞ്ഞ അസാധാരണ ധിഷണാശാലിയായിരുന്നു അയ്യങ്കാളി. പൊയ്യലപ്പച്ചൻ എല്ലാ കാര്യങ്ങളും പേരൊന്നും മാറിയതുകൊണ്ടൊന്നും ഈ രാജ്യം മാറാൻ പോകുന്നില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാം അടിമകളാണ്, ഈ അടിമത്തമാണ് മാറിക്കിട്ടേണ്ടത് എന്ന് പറഞ്ഞ പൊയ്യലപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കവിതകൾക്കറിയായിരിക്കും. പുലയരെല്ലാരും കൂടി ചേരമരായാൽ എന്താ, പുലയൻ്റെ പുല മാറുമോ, ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ. പറയരെല്ലാരും കൂടി സാമ്പവരായാൽ എന്താ, പറയൻ്റെ പഴി മാറുമോ, ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ. കുറവരെല്ലാരും കൂടി സിദ്ധനരായാൽ എന്താ, കുറവൻ്റെ കുറവ് മാറുമോ, ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ. 1000-ലധികം വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമ മറപ്പതാകുമോ, ഇതര തന്നിൽ അതിനൊരു ശുഭം വരുമോ. കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ വിറ്റവർ വില വാങ്ങിയതും മറപ്പതാമോ, അടിമ മറപ്പതാകുമോ. ഇടതുപക്ഷ കക്ഷികളുടെ എല്ലാം മൗനാനുവാദത്തോടെ നടത്തിയൊരു ഹർത്താലായിരുന്നു വാസ്തവത്തിൽ ഇന്നലെ ഉണ്ടായത്. പരസ്യമായിട്ട് അധികം ആരും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന് ഈ ഹർത്താലിൻ്റെ സംഘാടകർ നിഷേധിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. നിതിൻ രാജ് എന്ന് പറഞ്ഞ കുഞ്ഞിനോടുള്ള നമ്മുടെ ഒരു ഐക്യപ്പെടലാണ്. ആ ഐക്യപ്പെടൽ തെറ്റായിപ്പോയി എന്നാണ്. കോടതിക്കൊക്കെ എന്തൊരു ഉത്സാഹമാണ്, ഉടൻ തന്നെ കേസെടുക്കുന്നുണ്ട്. ഇതുപോലെ ബസ്സിന് കല്ലെറിയാത്തൊരു ഹർത്താൽ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. വളരെ പിന്നെ കാര്യമായിട്ട് എന്നിട്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊന്നതിന് പകരമായിട്ട് ഞങ്ങൾ സംഘടിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഓരോ ഓഫീസുകളിൽ ചെന്ന് പറഞ്ഞ ഇത്രയും മര്യാദക്കാരായിട്ടുള്ള ഒരു ബന്ധു അനുകൂലികളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. കേരളീയൻ എന്ന് ഞാൻ പറയുമ്പോൾ ദ്രാവിഡ സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട്.
നമ്മുടെ നിറം, നമ്മുടെ ചിന്ത, നമ്മുടെ സാഹിത്യം ഇതെല്ലാം ഒരു ദ്രാവിഡത്വത്തെ നമുക്ക് തിരിച്ചറിവ് തരുന്നതാണ്. ദ്രാവിഡത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് തരുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തമിഴ്നാടും ദ്രാവിഡ നാടും നമ്മുടെ നാടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള മുറിച്ചു മാറ്റാൻ കഴിയാത്ത ചില ബന്ധങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എഴുതിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർക്കാരനായ ഒരു കവിയാണെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരത്തിന് നേതൃത്വം നൽകിയത് തമിഴ്നാട്ടുകാരനായ ഇ വി രാമസ്വാമിയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തമിഴും നമ്മളും തമ്മിൽ, തമിഴും മലയാളവും തമ്മിൽ ശത്രുതയില്ലാത്ത വലിയ ഒരു സാഹോദര്യമുണ്ട്. ആ സാഹോദര്യത്തിന് ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു. മലയാള തമിഴൻ എന്ന കവിത. സുബ്രഹ്മണ്യ ഭാരതിയോ സുപ്രഭാത മാധുരിയോ മധുരത്തേൻ തുമ്പികളിൽ കവിതയ്ക്ക് തീ കൊളുത്തി. കൊളുത്തില്ല ജാലകത്തിൽ കൊളുന്തിൻ്റെ മണപ്പച്ച, പച്ചപ്പാടം കാത്തുവച്ച കാവേരി പൂമ്പട്ടണത്തിൽ. പട്ടണ പോർവയിലല്ലോ പടിയെല്ലാം കെട്ടിയത്, കെട്ടുപടി കേറി കേറി മധുരയ്ക്കു പോയൊരുത്തൻ. പോയ കോലം കോവലനായി ചിലമ്പില്ല കള്ളനുമായി, മായക്കാലം കണ്ടു നിൽക്കേ തലയില്ല ചെമ്മരമായി. മരം കണ്ടു പെണ്ണൊരുത്തി മുലത്തീയിൽ പുരം കത്തി, കത്തി കൊണ്ടു കാവ്യമൊന്നു വരഞ്ഞിട്ടു മലയാളി. മലയാളത്തമിഴൻ്റെ മലയില്ലാത്തിണ കേട്ടു, കേട്ടുകേൾവിക്കപ്പുറത്തെ വഴി നടത്ത പോരാട്ടം. നമ്മൾ ഒരേ രക്തമുള്ളവരാണ് മലയാളികളും തമിഴരും. ഇപ്പോൾ മലയാളികളുടെയും തമിഴന്മാരുടെയും ഒരു ഐക്യം വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് ഭാവി സമൂഹത്തിന് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കവിതയിൽ ഉള്ള ഒരു പ്രത്യേക പദപ്രയോഗം അതിങ്ങനെയാണ്: തളിർക്കുന്നു കൃഷ്ണമരം എന്നുള്ള പ്രയോഗം. എന്താണ് കൃഷ്ണമരം? ഏറിയൊരു സ്വാഭിമാന കൊടിക്കമ്പിൻ ചോട്ടിലല്ലോ ചോടുറച്ച തങ്കപ്പെണ്ണും ചെല്ലക്കണ്ണും തളിർക്കുന്നു, തളിർക്കുന്നു കൃഷ്ണമരം. കൃഷ്ണമരം എന്താണ്? സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു കവിതയിൽ പോയാൽ ഒരാളും എൻ്റെ എന്താണ് നിങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിച്ചതെന്ന് ആരും ചോദിക്കാറില്ല. എല്ലാവരും ഇത് കേട്ടുകൊണ്ട് പോകും എന്നുള്ളതേ ഉള്ളൂ. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഈ നമ്മുടെ കിഴക്കേക്കോട്ടയിലൊരു സാംസ്കാരിക സമ്മേളനം നടത്തി. ശ്രീകുമാരൻ തമ്പി ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു മീറ്റിങ്ങാണ് ഞാനുണ്ടായിരുന്നത്. പിന്നെ പങ്കോടുകളിലൊക്കെ പങ്കെടുത്തൊരു മീറ്റിങ്ങാണ്. അവിടെ ഞാൻ ഈ കവിതയിൽ ഇറങ്ങാൻ നേരം ഇറങ്ങി നടന്നു വരുമ്പോൾ ആ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് ഓഡിയൻസിനെ കൂട്ടുന്ന ഒരാൾ വന്നിട്ട് എനിക്ക് ചോദിച്ചാൽ ഈ കൃഷ്ണവരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അറിയാൻ കവിത വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് എനിക്കതിലൂടെ മനസ്സിലായി. ഞാൻ പിന്നെ അത് വിശദീകരിക്കുകയായിരുന്നു. കറുപ്പ് നിറമുള്ള മരം, ഒന്നിൽ പനയാകാം, അങ്ങനെയുള്ള ഒരു മരത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കവിയെ നിങ്ങൾ വെറുതെ വിടരുത്. നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെയാണ്. ചിലപ്പോൾ ഈ ട്രാൻസ്ലേഷനൊക്കെ വരാൻ നമ്മൾ കൊഴിഞ്ഞു പോകും. അതായത് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ വേറെ ഭാഷകളിൽ അയക്കാൻ അറിയത്തില്ല എന്ത് കാര്യമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ നിമിഷം മറുപടി പറയാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ കൂട്ടുകാരായ കവികളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ ഉണ്ടായത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. അപ്പോൾ കേരളം എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള തമിഴ്നാടും ആയിട്ടുള്ള സാഹോദര്യം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്.